ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്, നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തിരിച്ചു വിളിക്കാൻ എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൈലൊന്നും വെക്കുന്നില്ല, കളക്റ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. ആൻഡ് ഇത് ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടുള്ള സമയമൊക്കെ ആയിട്ടുണ്ടാവുക. ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസൊനേഷൻ സംഭവിക്കണമെന്നില്ല. അപ്പോൾ റെസൊനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കുന്നുണ്ട്, അതൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് ഓടി വരിക. ഡെവിൾ കാർഡ് വന്നിക്കണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു ഡെവിൾ എനർജി കാണുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ അവർ കളിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ രണ്ടാക്കി മാറ്റാൻ മാത്രം കഴിവുള്ള ഒരു വ്യക്തിയാണ്. മേ ബി ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പലരുടെയും കാര്യത്തിൽ ഓൾമോസ്റ്റ് ഒരു ലേഡിയാണ് കാണുന്നത്. ഭയങ്കരമായിട്ട് സാത്താനെ സേവിക്കുന്ന ആളുകളെന്ന് പറയില്ലേ, അതായത് ഇങ്ങനെ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള ആളുകൾ, അതായത് ഈ ബ്ലാക്ക് മാജിക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവർ, നിങ്ങളെ രണ്ട് തോണിയിലാക്കാനായിട്ട് വളരെയധികം കെരിപ്പുള്ള വ്യക്തികൾ. പക്ഷേ നിങ്ങളെ പേടിക്കേണ്ട മക്കളെ, നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ ജനിച്ചു വളർന്ന ആ ഒരു മതം ഏതാണ് അതിൽ നിങ്ങൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, ആ ദൈവത്തിൽ നിങ്ങൾ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. അവരെല്ലാം വിശ്വസിച്ച് നിങ്ങൾ
എനിക്ക് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റ് എൻ്റെ ലൈഫിൽ എങ്ങനെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ആർക്കും ഒരു തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മേത്തുനിന്ന് ഒഴിഞ്ഞു പോണേ എന്നും പറഞ്ഞ് നമ്മൾ അമ്പലത്തിലാണെങ്കിൽ കാണിക്കിടുക, പള്ളിയിലാണെങ്കിലും കാണിക്കിടുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. ഇതിലൊട്ടും വിശ്വസിക്കാതിരിക്കുക. ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും അപ്പോഴേക്കും അങ്ങോട്ട് ഭയങ്കരമായിട്ട് വിശ്വസിച്ച് അല തല്ലി വീണ് കിടന്ന് കരയാൻ നിൽക്കാതിരിക്കുക. നിങ്ങളത് ചിന്തിക്കുകയേ വേണ്ട. മേ ബി അങ്ങനെ സംഭവിച്ചാൽ കൂടെയും അതൊന്നും എന്നെ ബാധിക്കില്ല. എൻ്റെ കൂടെ എൻ്റെ ഈശ്വരനുണ്ട്, ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട്. ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രയർ ഫോർ യു. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രതിബന്ധങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ അവരെ സേവിക്കുന്ന, ഡെവിളിനെ സ്നേഹിക്കുന്ന, ഡെവിളിനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ഡെവിൾ എനർജിയുള്ള ആളുകൾ, ഈ ഒരു കാർഡ് ഇവിടെ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. പല സ്ഥലത്തും പോസിറ്റീവായിട്ട് വരാറുണ്ട്, ഇവിടെ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഡെവിൾ എനർജിയെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ മക്കൾ, അവരുടെ തലമുറകൾ, അവരുടെ കാലകാലത്ത് എത്രയോ തലമുറകൾ അനുഭവിക്കാൻ കിടക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. അധികം വൈകാതെ തന്നെ ഈ വ്യക്തികളും ഈ വ്യക്തിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പൂർവികന്മാർ വരെ ഇവരുടെ പ്രവൃത്തി കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്ന ഇവരുടെ പൂർവികന്മാർ, ഈ അടുത്ത് മരിച്ചിട്ടുള്ള ഒരുപാട് പൂർവികന്മാർ ഇവർക്കുണ്ട്. ഇവർ ഉള്ള കാലത്തോ ഒരുപാട് അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ അനുഭവിച്ചിട്ടുണ്ട്. സോ അവരുടെ പ്രവൃത്തി കണ്ട് നിങ്ങൾ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചുല്ലോ എന്നാലോചിച്ച് കരയൊന്നും വേണ്ട. നിങ്ങൾ ദൈവത്തെ വിളിക്കുക. നിരീശ്വരവാദി ഒന്നും അല്ലല്ലോ ഇത് കാണുന്നവർ. ദൈവത്തെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ സേവിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് മൂപ്പര് കൊണ്ടുതരും. ഒരു പ്രതിസന്ധിയിലും നിങ്ങളെ അവരിട്ട് കൊടുക്കത്തില്ല. ഇത് മോസ്റ്റ് ഓഫ് നിങ്ങളെ രണ്ടുപേരെ രണ്ടാക്കാനുള്ള പദ്ധതികൾ, അല്ലാതെ നിങ്ങളുടെ ഹെൽത്തിന് ഹാനികരമായിട്ടുള്ള ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒന്നും അവർ ചെയ്തിട്ടില്ല. നിങ്ങളെ രണ്ടുപേരെ രണ്ടാക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു പേഴ്സണൽ ആവശ്യമാണ്. മേ ബി നിങ്ങളുടെ പേഴ്സണെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ടാവാം, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. സോ ആ വ്യക്തിക്ക് നിങ്ങൾ അകന്നു പോകണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു അജണ്ട ഉണ്ട്. അത് മാറാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഇതൊക്കെ ചെയ്യുന്നത്. സോ നിങ്ങൾ പേടിക്കാതിരിക്കുക. നിങ്ങൾ ഒരുപാട് അതെന്നെയാണോ എന്ന് ആലോചിച്ച് നിങ്ങൾ പേടിച്ച് വിഷമിക്കുക. നിങ്ങളൊരു കാരണവശാലും പേടിക്കണ്ട, അതിനെ ഒരിക്കലും ഭയപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിക്കുക. കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നിങ്ങളുടെ രീതിയിൽ നടന്നു പോകും. നിങ്ങളുടെ വിശ്വാസത്തിന് ഹിന്ദുക്കളാണെങ്കിൽ ജ്യോത്സ്യന്മാരെ കണ്ട് എന്തെങ്കിലും പ്രതിവിധികൾ ഉണ്ടെങ്കിൽ നല്ല ജ്യോത്സ്യന്മാരുണ്ട് കേട്ടോ. അല്ലാതെ ഓടിപ്പോയി എല്ലാവരെയും കാണാനല്ല പറയുന്നത്. അതിനുള്ള പ്രതിവിധികളോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് നിങ്ങളുടെ വിശ്വാസം, ഞാൻ പറയും പോലെയല്ല, നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണോ അതുപോലെ ചെയ്യുക. പള്ളികളിൽ പോയിട്ട് നേർച്ചയിടുക, വഴിപാടുകൾ ചെയ്യുക, അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടുപോയി നെറ്റി പിടിപ്പിക്കുക, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക. മുസ്ലിംസ് ആണെങ്കിൽ നിങ്ങളുടെ പള്ളികളിൽ പോയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ വഴിപാടുകൾ എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. ഓക്കെ, ആൻഡ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്, തീർത്തും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. ഒട്ടും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. തന്നിട്ടുള്ള കാര്യങ്ങൾക്ക്, നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കൊന്നും ഒട്ടും നന്ദിയില്ലാത്ത വ്യക്തികളാണ് നിങ്ങളെന്ന് യൂണിവേഴ്സ് എനിക്ക് വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. മുന്നത്തെ റീഡിങ്സിലൊക്കെ അത് കണ്ടു. അപ്പോൾ മുന്നത്തെ റീഡിങ്സ് കാണാത്തവരുണ്ടെങ്കിൽ കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുന്നതായിരിക്കും. അത് നമ്മുടെ ബാക്കി 2 ചാനൽസിലുണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ പോയി ഒന്ന് നോക്കുക. നമ്മുടെ 3 ചാനൽസും ഫോളോ ചെയ്ത് വയ്ക്കുക. കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുമ്പോൾ മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ്. ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്കാണ് നിങ്ങളിതൊക്കെ നയിക്കുന്നത്. സോ നിങ്ങളുടെ വ്യക്തി, നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഈ പറയുന്ന ബ്ലാക്ക് മാജിക് എഫക്റ്റുകളെല്ലാം തന്നെയും അങ്ങനത്തെ ചങ്ങല കണ്ണികളൊക്കെയും തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആവാൻ പോവുകയാണ് വിത്തിൻ ഫ്യൂ മന്ത്സിനുള്ളിൽ. നിങ്ങളുടെ കാര്യത്തിൽ അവർ പല ഡിസിഷൻസും എടുത്തിട്ടുണ്ട്. ഡിസിഷൻസ് എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത് ഞാൻ മുന്നത്തെ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, അത് പോയി നോക്കുക. പല കാര്യങ്ങളിലും ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിന് ഒരുപാട് ഹെൽത്തി കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു ഹെൽത്തി മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. വഴി ചിലപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാം, ഫിനാൻഷ്യലി ഗ്രോത്ത് വരാം. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം യൂണിവേഴ്സിനോട്
നന്ദിയുള്ളവരായിരിക്കുക. 333 555 ഒക്കെ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്പേഴ്സാണ്. ലുക്ക് അറ്റ് ദ സൈൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള സൈൻസിനെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള സൈൻസ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക. യൂണിവേഴ്സിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് നമുക്ക് ഒറാക്കിൾ കാർഡ്സ്, ഏഞ്ചൽസ് മെസ്സേജസ് നോക്കാം. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടോ? ഇവരിൽ നിന്ന് പിരിഞ്ഞു പോയ വ്യക്തി ഇവരിലേക്ക് തിരിച്ചു വരും എന്നാണ് എനിക്കിപ്പോൾ ഡക്കിൽ നിന്ന് കിട്ടിയത്. ആൻഡ് അതർ മെസ്സേജസ് എന്തൊക്കെയാണ്? എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും തന്നെയാണ്. കണ്ടോ, ബിഗ് ഹാപ്പി ചേഞ്ചസ്, നല്ല നല്ല ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നുമല്ല, ബിഗ് ഹാപ്പി ചേഞ്ചസ്. ദാറ്റ്സ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് സംഭവിക്കാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നേടിയെടുക്കാനായിട്ട് ഉടൻ തന്നെ നിങ്ങൾ നേടിയെടുക്കുന്നു, ഉടൻ തന്നെ നിങ്ങൾക്കത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ അധികം കഷ്ടപ്പെടാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നു. എന്തെങ്കിലും കാര്യത്തിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ആരുടെ അടുത്താണ്? നിങ്ങളുടെ ഏഞ്ചൽസിൻ്റെ അടുത്ത്. മനസ്സിലായോ? നിങ്ങളുടെ മാലാഖമാരുടെ അടുത്ത്, നിങ്ങളുടെ കാവൽ മാലാഖമാരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും, ഇപ്പോൾ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം അല്ല, എല്ലാവർക്കും ഓരോ കാവൽ മാലാഖമാരുണ്ട്. നമ്മുടെ വഴി നടത്താനും നമ്മളെ വിടാതെ കാത്ത് കൊണ്ടുപോകാനും നമുക്ക് ഓരോ മാലാഖമാരെ, മിഖായൽസിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ദൂതന്മാരാണ്. ഇപ്പോൾ ഹിന്ദുസ് വേണമെങ്കിൽ അതൊരു ദൂതൻ എന്ന് വിചാരിച്ചോളൂ, ക്രിസ്ത്യൻസ് മാലാഖമാരെന്ന് തന്നെ വിചാരിച്ചോളൂ, മുസ്ലിംസും അതേ ദൂതൻ എന്ന് തന്നെ വിചാരിച്ചോളൂ. അത് നമ്മൾ കാസ്റ്റ് ഇവിടെ കാറ്റഗറൈസ് ചെയ്യല്ല, ഓരോരുത്തർക്കും അത് ഗ്രാസ്പ് ചെയ്ത് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? അപ്പം അത് ആ രീതിയിൽ നിങ്ങൾ എടുക്കുക. അപ്പം നിങ്ങളുടെ ദൂതന്മാർ നിങ്ങളെ കള്ളിയിൽ തട്ടാതെ നിങ്ങളുടെ പാദങ്ങൾ കാത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും നമുക്കൊരു ഇൻഡിക്കേഷൻ തരുമോ അവർ, എങ്ങനെ ഇത് പ്രതിസന്ധി ആട്ടോ, ഇത് നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും കേട്ടോ, ഇത് നിങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് ഇവർ പറയുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റിലാണ് ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ പുറത്ത് നമുക്ക് നടക്കുന്ന കൺഫ്യൂഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മളെ ഇവർ അവിടെ ഇരുന്ന് നിയോഗിക്കുകയാണ്. ഈ വഴിയിലൂടെ പോന്ന് നമ്മളെ അവർ നല്ല കാര്യത്തിലേക്ക് നമ്മളെ നിയോഗിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഉള്ളിലൊരു ബാഡ് മാലാഖ കൂടിയുണ്ട്, ഒരു ബാഡ് ദൂതനും ഉണ്ട്, ഗുഡ് ദൂതനും ഉണ്ട്, ബാഡ് ദൂതനും ഉണ്ട്. പക്ഷെ ആ ബാഡ് ദൂതൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് പലരും പല കാര്യങ്ങളും. ഇപ്പോൾ മറ്റേ ലൈഫ് ഓഫ് ജോസഫിൽ കണ്ടോ, ഒരു നല്ല മാലാഖയുണ്ട്, ഒരു പൊട്ട മാലാഖയുണ്ട്. അപ്പം നല്ല മാലാഖ പറയുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും മനസ്സിൽ തോന്നിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാഡ് മാലാഖയും തോന്നിപ്പിക്കും. അപ്പോൾ ആര് പറയുന്നത് കേൾക്കാനാണോ നമുക്ക് തോന്നുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. അതാണ് നമ്മുടെ ലൈഫ് പല പ്രതിസന്ധിയിൽ ചെന്ന് അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ നീക്കുക. നമ്മുടെ മാലാഖമാർക്ക് അധികം പണി ഉണ്ടാക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങുക. നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക. ദാറ്റ്സ് 3 കാർഡ്. മെഡിറ്റേഷൻ ക്യൂ ആൻസർ. നിങ്ങൾക്ക് പല കാര്യത്തിനുള്ള ആൻസർ മെഡിറ്റേഷനാണ് തരിക, പല കാര്യത്തിനുള്ള ആൻസർ മെഡിറ്റേഷനാണ് തരിക. അപ്പം മെഡിറ്റേഷൻ ഒരു വലിയ മെഡിസിൻ തന്നെയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കുള്ള മെഡിസിനാണ് മെഡിറ്റേഷൻ. സോ ചൂസ് ഇറ്റ്. നിങ്ങളത് യൂസ് ചെയ്യുക. എന്നും ഞാൻ പറഞ്ഞൊരു ഇതാണ് നിങ്ങളുടെ ഒരു ബെസ്റ്റ് മെഡിസിൻ. പക്ഷെ ആരും അത് വേണ്ട രീതിയിൽ ഗ്രാസ്പ് ചെയ്തെടുക്കുന്നില്ല. നമ്മുടെ ടാരറ്റ് റീഡിങ്ങിനെ ഒരു അത്ര ഇമ്പോർട്ടൻസിൽ കാണാത്തതുകൊണ്ടായിരിക്കും. സോ നിങ്ങൾ എങ്ങനെ കണ്ടാലും നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, നെഗറ്റിവിറ്റി അങ്ങോട്ട് വിട്ട് കളയാം. അപ്പോൾ എല്ലാം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ ലവറിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെയും അവരുടെയും പേര് അത് പ്രയറിൽ ഉൾപ്പെടുത്താനാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഹാവ് എ നൈസ് ഡേ. ബൈ.